ഇനി കോറൽ ഡ്രോയിലെ ബേസിക് ഷേപ്പ് ടൂളുകളെക്കുറിച്ച് പഠിക്കാം. ബേസിക് ഷേപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വിവിധ രൂപത്തിലുള്ള ബേസിക് ടൂളുകൾ കാണാൻ കഴിയുന്നതാണ്. ആദ്യത്തെ ടൂളായ ബേസിക് ഷേപ്പ് ടൂളിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഈ ടൂൾ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റിൽ വരച്ചാൽ ബേസിക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഷേപ്പിനെ ചലിപ്പിക്കുന്നതിന് പിക്ക് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. പിക്ക് ഉപയോഗിച്ച് നാം വരച്ച ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ബേസിക് ടൂൾ മറ്റ് ഷേപ്പ് ടൂളുകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ കോർണറിൽ റെഡ് കളറിലുള്ള ഒരു നോഡ് കാണാൻ സാധിക്കുന്നതാണ്. ഈ നോഡിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇഷ്ടാനുസരണം പല ഷേപ്പുകളിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ബേസിക് ഷേപ്പ് ടൂളിന്റെ ഓപ്ഷനുകളെല്ലാം ഈ പ്രോപ്പർട്ടി ബാറിൽ കാണിച്ചിരിക്കുന്നു. പ്രോപ്പർട്ടി ബാറിൽ ഇതിന്റെ പൊസിഷൻ, സൈസ്, സ്കെയിൽ ഫാക്ടർ തുടങ്ങിയവ ഇവിടെ ക്രമീകരിക്കാവുന്നതാണ്. റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുവാനും ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഔട്ട്ലൈൻ സ്റ്റൈൽ സെലക്ഷനിൽ നിന്നും ഔട്ട്ലൈൻ തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കുക, ഹെയർലൈൻ ഓപ്ഷനിൽ നിന്നും ഇതിന്റെ ഔട്ട്ലൈനിന്റെ വിഡ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഔട്ട്ലൈൻ സ്റ്റൈലും വിഡ്ത്തും വന്നിരിക്കുന്നു.